ഈ ഫോട്ടോ ഫ്രെയിംസിനൊക്കെ ഓർഡർ വരുന്ന സമയത്ത് ഇന്നെപ്പോലെ കൂടുതൽ പേരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാക്കിങ്. ഇനി എങ്ങാനും അത് ഔട്ട് ഓഫ് കേരളയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. കാരണം അത്യാവശ്യം നല്ല മെനക്കെട്ടിട്ട് വേണം അതൊന്ന് പാക്ക് ചെയ്തെടുക്കാൻ. ചിലപ്പോൾ നമ്മൾ അത്രയും കെയർ ചെയ്തിട്ട് പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കസ്റ്റമറിൻ്റെ കയ്യിലെത്തുമ്പോൾ അത് ഡാമേജ് ആയിട്ടുണ്ടാവും. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ സേഫ് ആയിട്ട് എൻ്റെ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ എങ്ങനെയാണ് പാക്ക് ചെയ്യാറുള്ളത് എന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ഗിഫ്റ്റ് റാപ്പർ യൂസ് ചെയ്ത് റാപ്പ് ചെയ്യുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. അതിൻ്റെ ശേഷം ഞാൻ ഫ്രെയിം വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുള്ള കവറിലും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ, ഇല്ലയെന്നുണ്ടെങ്കിലും പ്രശ്നമല്ല. അതിൻ്റെ ശേഷം പിന്നെ തെർമാക്കോൾ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലും താഴെയും 4 സൈഡിലും ഫുള്ളായിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഫ്രെയിമിൻ്റെ കോണൈസും നല്ല രീതിയിൽ കവർ ആയിട്ടുണ്ടാവണം. ഈ തെർമാക്കോളിൻ്റെ മുകളിൽ ടാപ്പ് ഒട്ടാൻ കുറച്ച് പണിയായതുകൊണ്ട് തന്നെ ഞാനൊരു ക്ലിൻ റാപ്പ് യൂസ് ചെയ്ത് ഫസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഫൈനലി ഈ ഒരു ബ്രൗൺ ഷീറ്റ് യൂസ് ചെയ്തിട്ടും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ധൈര്യമായിട്ട് കൊറിയർ ചെയ്യാം.